രണ്ടെണ്ണം കൊടുക്കാനായിട്ട് എന്റെ കൈ തരിച്ചു വരെയായിരുന്നു. അയ്യോ എന്നിട്ട് കൊടുക്കാത്തെന്ത്? അതെങ്ങനെ കൊടുക്കോടി? മുതിർന്നവരെ നോക്കി നിൽക്കുക, എനിക്ക് കയറി അവരെ ഇടിക്കാൻ പറ്റുമോ? പക്ഷെ കിട്ടിയ ക്യാപ്പിന് ഞാൻ 2 എണ്ണം പറഞ്ഞിട്ടുണ്ടേ. സാറ് പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ ഞാനും അവനെ ഇടിച്ചായിരുന്നേ. ഇത് എന്തോന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം ആർക്കും ഒരു താല്പര്യം ഇല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? എടീ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണം എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നടന്നൂടെ? അതെങ്ങനെ? മുതിർന്നവരെ കണ്ടല്ലേ പഠിക്കുന്നത്. അണ്ണാ ഒന്നും മിണ്ടാതിരിയണ്ണ. മണിക്കുട്ടാണ്ണ എന്തെങ്കിലും ഐഡിയ കിട്ടിയണ്ണ? ഐഡിയ ചേട്ടാ മിണ്ടാതിരുന്നേ. ചേട്ടാ എന്തെങ്കിലും നടക്കുവോ? എന്തോന്നടി നീക്ക് ഇനി അവിടെ വല്ല ബോംബിടാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഐഡിയ കിട്ടി. ആദ്യമായിട്ട് നമുക്ക് ഈ കൂടോത്രം നിർവീര്യമാക്കണം. അതിനുശേഷം പ്രതിക്രിയ ചെയ്യാം. അല്ല ആര് നിർവീര്യമാക്കും? നിർവീര്യമാക്കാനൊക്കെ ആളുണ്ട് ഇവിടെ. ആര്? എനിക്കൊന്നും പറഞ്ഞൂടാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം അളിയാ, അതൊന്നും പ്രശ്നമല്ല. അളിയനെ അറിയാമെങ്കിൽ പിന്നെ അളിയനെ ചെയ്തോളൂ. പക്ഷെ അത് പറ്റത്തില്ല. കാരണം ഈ കുടുംബനാഥൻ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന ആളുകൾ ചെയ്യണം, എന്നാലേ ഇത് ഫലിക്കൂ. രവിയേട്ടൻ തന്നെ ചെയ്യണം കേട്ടോ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ്. അത് അളിയ ചില മന്ത്രങ്ങളുണ്ട്, അത് ഞാൻ അളിയന് പറഞ്ഞുതരാം. ആ മന്ത്രങ്ങൾ പഠിച്ച ശേഷം കുളിച്ചീറനായിട്ട് പട്ടുടുത്ത് മന്ത്രങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ജപിച്ചോണ്ട് ഈ നമ്മുടെ കൂടോത്രം ഉണ്ടല്ലോ, കൂടോത്രമായിട്ട് വേണം നമ്മൾ പരികർമ്മം ചെയ്യാൻ. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. കർമ്മം തെറ്റിക്കരുത്. കർമ്മം തെറ്റിക്കഴിഞ്ഞാൽ കുടുംബം കുളം തോന്നും. അത്ര ശക്തിയുള്ള സാധനം അളിയാത്. നോക്കിയും കണ്ടൊക്കെ ചെയ്യണേ, എനിക്ക് ഒളിമ്പിക്സിന് ഇറങ്ങാനുള്ളതാണ്. ഒന്നും മിണ്ടായിരേടി. മനുഷ്യ ഇവിടെ തീയുടെ മണ്ടയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഒളിമ്പിക്സ്. നീ പോടെ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒളിമ്പിക്സിന് ഇറങ്ങുന്നതെന്നുള്ളത് കേട്ടാ. അതിന് മുന്നായിട്ട് ഞാൻ മരിച്ചു പോയാ എന്റെ ആത്മാവ് ഇവിടെ കിടന്ന് ചുറ്റും. അളിയ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പൊ പറഞ്ഞ കൂടോത്രത്തിന്റെ കാര്യമേ തമാശയൊന്നും അല്ല, അത് ആദ്യം അളി മനസ്സിലാക്കുക. ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പെണ്ണും പിള്ളേം മക്കളും കാണത്തില്ല. ഓർത്തോ അത്? എന്തോന്നാവും നമ്മുടെ കുടുംബത്തിന്റെ കാര്യം? നിനക്കിപ്പോ എന്തോന്നാണ്? ഞാൻ ഈ കർമ്മം ചെയ്യണല്ലേ, നിർവീര്യമാക്കണം. ഞാൻ ചെയ്യാം. എന്നാ ചെല്ല്, കുളിച്ചീർന്നായിട്ട് ചെല്ല്. ഓ അണ്ണ അങ്ങോട്ട് എണീറ്റ് അതൊക്കെ പറഞ്ഞുതരാളിയാ. ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. എണീറ്റ് പോ. കുളിച്ചീർന്നായിട്ട് പട്ടുകൊടുത്തുവാ. ഒരു ചൂടില്ലേ നമ്മുടെ കുടുംബം തകരാൻ നിൽക്കുമ്പോ? എല്ലാരും ഒന്ന് വഴി മാറി. അളിയന് വഴിയൂടെ? അളിയ ഇവിടെ ഇവിടെ മാമ ഞാൻ ഇവിടെ നിൽക്കട്ടാ. എടി ഇത് കല്യാണ സദ്യ ഉണ്ണാൻ പോവൊന്നും അല്ല, നീ അവിടെ നിന്നാ മതി. അളിയ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടോത്രം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് നിർവീര്യമാക്കുന്നിടം വരെ താഴെ വീഴുകയോ പൊട്ടിയോ ചെയ്യരുത്. അണ്ണാ എങ്ങാനും താഴെ വീണാലാ? അയ്യോ ശരി, അങ്ങനെ കാണും താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത പരികർമ്മി, അതായത് അളിയൻ സർവാംഗം തളർന്നു വീഴും, പിന്നെ എഴുന്നേക്കത്തില്ല. അയ്യോ സൂക്ഷിച്ച് ചെയ്യണേ, പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചി. അപ്പൊ നമ്മളെ അച്ഛൻ ഇനി തിരിച്ചു വരൂലേ? അളിയ അത് ദാണ്ട ഇത് ദാണ്ട ഈ കൂടോത്രം കയ്യിലെടുക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചൊല്ലണം. അത് മനസ്സിൽ ചൊല്ലിയാ മതി, അത് മറ്റാരും കേൾക്കരുത്. അളിയൻ ചെവി ഞാൻ പറഞ്ഞുതരാം. പിടി കിട്ടിയോ? അത് മനസ്സിൽ ചൊല്ലിക്കണം കേട്ടോ. മനസ്സിൽ ചൊല്ലിക്കൊണ്ട് വേണം ഇത് എടുക്കേണ്ടത്. സാറേ അതെടുക്കല്ലേ, അത് ചേച്ചി വേറൊന്നുമല്ല, ഇവിടെ ചോട്ട പ്രാണി ചെടിയിലൊക്കെ ഇരിക്കുന്ന അത് പോവാൻ വേണ്ടി ഞാൻ വെച്ചതാ. അത് എടുക്കാൻ മാറ്റം വേപ്പറിയാവോ? വേപ്പ് അത് ഞാൻ കലക്കി വെച്ചതാ, അല്ലാതെ വേറെ ഒന്നും അല്ല ചേച്ചി, വേറെ ഒന്നും അല്ല. വേറെ ഒന്നും അല്ല. കൂടുതൽ പണി